മടങ്ങി വരുമ്പോൾ ഇന്നലെ ന്യൂസ് 18 പുറത്തുവിട്ട ഒരു പ്രധാനപ്പെട്ട വാർത്തയുടെ തുടർച്ചയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. റഷ്യയിലെ യുദ്ധമേഖലയിലേക്ക് അനധികൃതമായി നിരവധി പേരെയാണ് സംസ്ഥാനത്ത് നിന്നും കൊണ്ടുപോകുന്നത്. തൊഴിൽ തട്ടിപ്പിന് വിധേയരായിട്ടാണ് നിരവധി ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. സംസ്ഥാന വ്യാപകമായി ഇത്തരം അനധികൃത റിക്രൂട്ട്മെന്റ് നടക്കുന്നു എന്നതാണ് ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ. വിവിധ ജില്ലകളിൽ നിന്നും നൂറുകണക്കിന് പേരാണ് ഇങ്ങനെ തട്ടിപ്പിനിരയായത്. വിദേശത്ത് ഉയർന്ന ശമ്പളത്തിൽ ജോലി നൽകാമെന്ന റിക്രൂട്ടിംഗ് ഏജൻസികളുടെ വാഗ്ദാനങ്ങളിൽ വീണുപോകുന്നവരാണ് ഇങ്ങനെ തട്ടിപ്പിനിരയാവുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരെ കൂട്ടത്തോടെ അവിടെ നിന്നും ഏജൻസികൾ റഷ്യയിലേക്ക് റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. യുദ്ധത്തിൽ തകർന്ന മേഖലകളിൽ പുനർനിർമ്മാണ ജോലികൾക്കെന്ന പേരിലാണ് ഈ തൊഴിൽ തട്ടിപ്പ് നടക്കുന്നത്. പിന്നീട് ഇവരെ യുദ്ധമേഖലയിലേക്ക് പറഞ്ഞുവിടുകയാണ് ചെയ്യുന്നത്. തൊഴിൽ തട്ടിപ്പിന്റെ കൂടുതൽ കഥകൾ ഇന്നും ന്യൂസ് 18 പുറത്തുവിടുകയാണ്. കഴിഞ്ഞ ദിവസം തുടർച്ചയായി തിരുവനന്തപുരം സ്വദേശി പ്രിൻസിന്റെ കൂടുതൽ ശബ്ദ സന്ദേശമാണ് ഇന്ന് ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഇന്ത്യൻ എംബസിയുടെ കാര്യക്ഷമതയില്ലായ്മയെക്കുറിച്ചാണ് ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. പ്രിൻസിനെ ഫോണിൽ ബന്ധപ്പെട്ട എംബസി ഉദ്യോഗസ്ഥർ തട്ടിപ്പിനിരയായ വിവരം മോസ്കോ പോലീസിന് പരാതിയായി എഴുതി നൽകാനാണ് നിർദ്ദേശം നൽകിയത്. ട്രാവൽ പേപ്പർ അനുവദിച്ചാൽ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്താൻ ആകുമെന്നിരിക്കെയാണ് എംബസി അധികൃതരുടെ ഈ നടപടി. ₹1 പോലും കൈവശമില്ലെന്നും കൂടുതൽ ഇന്ത്യൻ പൗരന്മാർ യുദ്ധമുഖത്ത് അകപ്പെട്ടിട്ടുണ്ടെന്നും ഈ ശബ്ദ സന്ദേശത്തിൽ പ്രിൻസ് പറയുന്നുണ്ട്. ജീവൻ അപകടത്തിലായതിനാൽ ഏജൻസിമാർ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. അവർക്ക് അറിയാം യുദ്ധമുണ്ടെന്ന് അവർക്ക് അറിയാം. റഷ്യൻ ഏജന്റ് എന്ന് വെച്ചാൽ അങ്ങേര് 30 വർഷമായിട്ട് ഇവിടെ തന്നെ വളരെ മലയാളിയാണ്. അവർക്ക് അറിയാം. അവരതുപോലെ നേപ്പാളീസിനെയും ഇന്ത്യൻസിനെയും വേറെ കുറേ വിടുന്ന ആൾക്കാരാണ്. അങ്ങനെ എല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് കേട്ടോ. എല്ലാം അറിഞ്ഞുകൊണ്ട് അല്ല, അവർക്കും പറ്റിക്കപ്പെട്ടതല്ല, അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. അവിടുത്തെ അവസ്ഥത്തെ ഫോട്ടോ അയക്കാൻ പറ്റത്തില്ല. അത് ഫോൺ യൂസ് ചെയ്തത് ഒളിച്ചൊക്കെയാണ്. അപ്പോൾ ഇവർക്ക് എംബസിയിൽ നിന്ന് ഒരു പേപ്പർ, മോസ്കോ ഇന്ത്യൻ എംബസിയിൽ ഒരു പേപ്പർ മാത്രം, ട്രാവൽ പേപ്പർ തന്നാൽ മാത്രം മതി ഇന്ത്യയിലോട്ട് പോകാൻ വേണ്ടി. എനിക്ക് എത്രയോ നേപ്പാളീസ് ഇങ്ങനെ കുടുങ്ങി കിടന്നു. അവർ ഡയറക്റ്റ് എംബസിയിൽ നിന്ന് പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. അവരുടെ എംബസിയൊക്കെ സഹായിക്കുന്നുണ്ട് നേപ്പാളീസിന്. അവരൊക്കെ ഇപ്പോഴും വീട്ടിലിരിക്കുന്നുണ്ട് നേപ്പാളീസ്, കുറേ നേപ്പാളീസ്. ബംഗ്ലാദേശിലുള്ള അവരൊക്കെ എംബസി ഇടപെട്ട് സൂപ്പറായിട്ട് പോയി. പക്ഷേ ഇന്ത്യൻ എംബസി ആണെന്ന് എന്തിങ്ങനെയെന്ന് എനിക്കറിയില്ല. എംബസി വരച്ചാൽ എത്രയും പെട്ടെന്ന് നാട്ടിൽ കയറ്റാന്നേ ഉള്ളൂ. എന്താണെന്നറിയില്ല. നമുക്ക് അവർ പറയുന്ന കണക്ക് ഇതേപോലെ പ്രൂഫൊക്കെ കൊണ്ടുവരാൻ നമുക്ക് എന്തിനാൻ പറ്റും. എനിക്ക് ഏകദേശം പരുക്ക് ഉണങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ വെടിയേറ്റതിന് ശേഷം എനിക്ക് കേൾവി കുറവ് എന്ന് വെച്ചാൽ എൻ്റെ കയ്യിലിപ്പാണെങ്കിൽ ₹1 ഇല്ല. ഇവിടുത്തെ വൈഫൈ യൂസ് ചെയ്താണ് കഴിഞ്ഞു പോകണം. എംബസി എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു മലയാളിയാണ് വിളിച്ചിട്ടത്. പറഞ്ഞ് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ അവർ ഞാൻ ഇമെയിലിൽ കംപ്ലയിൻറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതിലിങ്ങോട്ട് റിപ്ലൈ വന്നായിരുന്നു. അവർ പറഞ്ഞു, പക്ഷേ എൻ്റെ കയ്യിൽ പാസ്പോർട്ട് ഇല്ലല്ലോ, അപ്പോൾ ഇങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് ഈ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് പേപ്പർ, പിന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത ഇംഗ്ലീഷ് പേപ്പർ, പിന്നെ 3 ഫോട്ടോ, ഇതൊക്കെ ഞാൻ എങ്ങനെ ഒപ്പിക്കാൻ ചേട്ടാ? എൻ്റെ ₹1 കയ്യിലില്ല. ഞാൻ എങ്ങനെ ഒപ്പിക്കാൻ ഇതൊക്കെ? ഞാൻ എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് അപകടം നടന്നില്ലേ, ഇപ്പോൾ ഈ മോസ്കോയിൽ ടെററിസ്റ്റ്, അതിനിത് വെച്ച് ഇവിടെ അത്രയും ചെക്കിങ്ങാണ്. ഞാൻ പുറത്തിറങ്ങിയാൽ ഉറപ്പായിട്ട് പോലീസ് പിടിക്കും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ എന്തൊരു ചെയ്യാൻ വേണ്ടി? ഇവർക്ക് കണക്കൊരു ട്രാവൽ പേപ്പർ എംബസിയിൽ നിന്ന് തന്നാൽ മാത്രം മതി. എനിക്ക് പാസ്പോർട്ട് ആവശ്യമില്ല. ഈ ട്രാവൽ പേപ്പർ, ഇവിടെ നിന്ന് ഇന്ത്യയിലോട്ട് പോകുന്ന ട്രാവൽ പേപ്പർ മാത്രം കിട്ടിയാൽ മതി. ഞാൻ അവിടത്തെ എന്ന് വെച്ചാൽ അവിടുത്തെ ടിനുവിൻ്റെ അവസ്ഥ ഇപ്പം ടിനു വിളിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് അവൻ്റെ കാര്യം അറിയില്ല. വിനീത് വിളിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, വിളിക്കാൻ പറ്റത്തില്ല, മെസ്സേജ് അയക്കുന്നുണ്ട്. ഈ സിറ്റുവേഷൻ ചേട്ടാ എന്ന് വെച്ചാൽ രണ്ടുപേരുടെ സിറ്റുവേഷൻ ഒട്ടും മോശമാണ്. ഞാൻ ഇവിടെ സിറ്റിയിലാണെങ്കിലും പറയാം. എന്ന് വെച്ചാൽ അവർ വേറെ ഏരിയയിൽ നിൽക്കുകയാണ്. അത് എപ്പോഴാണെങ്കിൽ എന്ത് നടക്കാം. അപ്പോൾ എത്രയും പെട്ടെന്ന് എന്തൊരു നടപടി എടുത്ത് ഇവരത് സേഫ് ആക്കണമല്ലോ ആദ്യം. എന്ന് വെച്ചാൽ ഇത്ര ആൾക്കാരെ അവർ സേഫായിട്ട് മാറ്റണം. ഈ വിനീതും ടിനുവില്ലാതെ വേറെ ഇന്ത്യക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇവർ രണ്ടുപേർ മാത്രമൊന്നുമില്ല. ഇപ്പോൾ മലയാളമായിട്ട് നമ്മൾ 3 പേരുകൾ, ഇപ്പോൾ വേറെ ആരൊക്കെ ഒരു പയ്യൻ ഉണ്ടെന്ന് പറയണം, അതാരെന്നറിയില്ല. അപ്പോൾ ഇവരെ സേഫായിട്ടൊരു സ്ഥലത്തോട്ട് മാറ്റിയിട്ട് നിങ്ങൾ നാട്ടിൽ എപ്പോഴാണ് കയറ്റി വിട്ടോ? ഈ യുദ്ധ സ്ഥലത്ത് നിന്ന് മാറ്റി നിങ്ങൾ ഇവരെല്ലാവരും മാറ്റി ഒരു സ്ഥലത്തോട്ട് മാറ്റി നിർത്തിയിട്ട്, സേഫായിട്ടൊരു സ്ഥലത്ത് നിന്ന് മാറ്റി നിർത്തിയിട്ട് നാട്ടിൽ നിങ്ങൾ എപ്പോഴോ 1 മാസം 2 മാസം കഴിഞ്ഞ് നാട്ടിൽ കയറ്റി വിട്ടോ? സേഫ് ആക്കണമല്ലോ. ഇവർക്കിപ്പോൾ എന്നെ സഹായം ചെയ്യണമെങ്കിൽ ഇവർക്കൊരു എംബസി എനിക്കൊരു പേപ്പർ എന്താ, ഞാൻ ഇപ്പോൾ സേഫായിട്ടുണ്ട്, എനിക്ക് ആകെയുള്ളപ്പോൾ 12-11 ദിവസം, അതിനകം എന്നെ വീണ്ടും കൊണ്ടുപോയാൽ ഇവരെന്തൊരു ചെയ്യും?